ഇടുക്കിയിൽ കാലവർഷം ശക്തമാവുകയാണ്. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത്. നിലവിൽ ജില്ലയിൽ എവിടെയും കാലവർഷക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിശക്തമായ മഴയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇടുക്കിയിൽ എല്ലാ മേഖലയിലും, അതാണ് നേരത്തെ രാഹുൽ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ശക്തമായ മഴ എന്നുള്ളതാണ്. ജില്ലയിലെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് മാധു. സാധാരണ മഴ ശക്തമായ പെയ്ത്തെന്നാണ് നമ്മൾ പറയാറ്, പക്ഷേ ഇതിപ്പോൾ ആശ്വാസ പെയ്ത്ത് തന്നെ. കാരണം ഡാമുകളൊക്കെ വറ്റി വരണ്ടിരുന്നു, ഈ കാർഷിക മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ അതിനൊരു ആശ്വാസം എന്നോണമാണ് ഇപ്പോൾ ഈ മഴ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മാധു സൂചിപ്പിച്ച പോലെ തന്നെ ലോ റേഞ്ച് ഉൾപ്പെടെയുള്ള തൊടുപുഴ മേഖലയാണെങ്കിലും ഹൈ റേഞ്ച് ഉൾപ്പെടുന്ന അടിമാലി, കട്ടപ്പന, മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണെങ്കിലും ഇപ്പോൾ തോരാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശക്തി ഇങ്ങനെ ഏറിയും കുറഞ്ഞും നിൽക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ കാലവർഷക്കെടുതികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് കാരണം അതിനുള്ള മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടില്ല. ഇന്നലേക്കാണ് ഈ കാലവർഷം കുറച്ചുകൂടി ശക്തമായിരിക്കുന്നത്. പക്ഷേ വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കാഴ്ചകളാണ് ഇവിടെ ഇടുക്കിയിൽ സമ്മാനിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മലകളൊക്കെ മഞ്ഞു മൂടി നിൽക്കുന്ന ഒരു കാഴ്ചകളുണ്ട്, ചെറിയ മഴയുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇടുക്കിയിൽ ആകെയുള്ളത്. യെല്ലോ അലർട്ടാണ് നിലവിൽ ഉള്ളത്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ പക്ഷേ ഈ യെല്ലോ അലർട്ട് മാറി ഓറഞ്ച് അലർട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള ഒരു മഴയൊക്കെയാണ് പലയിടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകൾക്ക് അല്പം ജാഗ്രത വേണം എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പലയിടങ്ങളിലും റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ അല്പം ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ മതി. എന്തായാലും ഇപ്പോൾ പെയ്യുന്ന മഴ കാർഷിക മേഖലയ്ക്ക് ആശ്വാസമാണ്. കാരണം ഈ ഏലത്തോട്ട മേഖലയിലൊക്കെ മഴ പെയ്യാത്തതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആളുകൾ ഈ തോട്ടം മേഖലയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ മഴ ശക്തമായത് ആശ്വാസമാണ് മാധു. യെസ്, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയിട്ട്. നല്ല മഴയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല മഴ നമുക്ക് കാലവർഷത്തിൽ ഇഷ്ടവുമാണ്. മാത്രമല്ല, ഇടുക്കി ഡാമിൽ വെള്ളമുണ്ടായാൽ നമ്മുടെ കറണ്ട് കെട്ട് പ്രതിസന്ധി ഒരു പരിധിവരെ ഒരു പക്ഷെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇടുക്കിയിൽ നല്ല മഴ പെയ്യട്ടെ. നല്ല മഴ, പ്രശ്നം ഉണ്ടാക്കുന്ന മഴ വേണ്ട.